ഹംപിയിൽ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്നുമുള്ള ചെറിയൊരു സായാഹ്ന സഞ്ചാരം മാത്രമാണ് ഈ വീഡിയോ. ഹംപി അതിൻ്റെ തിരക്കുകളിലാണ്. നമുക്ക് ഈ തിരക്കുകളിൽ നിന്നെല്ലാം മാറി ആ കാണുന്ന മലമുകളിലേക്ക് ആണ് പോകേണ്ടത്. മാതംഗ ഹില്ലിലേക്കുള്ള നടത്തത്തിൽ ആണ് നമ്മൾ. ഒരു ഭാഗത്ത് പാറക്കെട്ടുകൾ, അതിലൂടെ കുറെ കുരങ്ങന്മാർ ഓടിക്കളിക്കുന്നുണ്ട്. താഴെ പച്ചപ്പിൽ കാലികൾ മേയുന്നു. ഇപ്പുറത്ത് ആണെങ്കിൽ തെങ്ങുകൾ നിറഞ്ഞിരിക്കുന്നു. കുറച്ചു മാറി തകർക്കപ്പെട്ട ബസാറിന്റെ അവശേഷിപ്പുകൾ കാണാം. തെങ്ങിൻ തോപ്പിനപ്പുറം കാണുന്ന ആ കൽക്കെട്ടിടങ്ങളിൽ ആയിരുന്നു പണ്ട് വിജയനഗര സാമ്രാജ്യം പ്രൗഢമായിരുന്ന കാലത്തെ ബസാറുകളിൽ ഒന്ന്. നമ്മൾ മാതംഗ ഹില്ലിന്റെ ചുവട്ടിൽ എത്തിയിരിക്കുന്നു. ഹംപിയിൽ എവിടെയാണ് ഈ സ്ഥലം എന്ന് കാണിക്കുന്ന ഒരു മാപ്പ് താഴെ ഉണ്ട്. കൂടാതെ മാതംഗ ഹിൽ എന്ന് എഴുതിയ ഒരു ബോർഡും. ഈ കൽപ്പടവുകൾ കയറി വേണം മലമുകളിൽ എത്താൻ. പോകുന്ന വഴിയിൽ കല്ലിൽ തീർത്ത പല നിർമ്മിതികളും ഉണ്ട്. ഇതൊക്കെ പണ്ട് വിശ്രമിക്കാനോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനോ ഒക്കെ നിർമ്മിച്ചത് ആയിരിക്കാം. വിരുപക്ഷ ക്ഷേത്രത്തിന്റെ വിദൂര കാഴ്ചയാണിത്. കുറ്റിച്ചെടികളും പുല്ലും നിറഞ്ഞ വഴിയിലൂടെ ആണ് യാത്ര. വഴിയരികിൽ കണ്ട ഒരു മനോഹര ചിത്രശലഭമാണിത്. ഇതേ ഇനത്തിൽ പെട്ട ഒരുപാട് ശലഭങ്ങളെ ഞങ്ങളിവിടെ കണ്ടു. ഇനിയും ഒരുപാട് മുന്നോട്ട് പോവാൻ ഉണ്ട്. മുകളിലേക്ക് കയറുന്തോറും വിരുപക്ഷ ക്ഷേത്രത്തിന്റെ വ്യൂ കൂടുതൽ മനോഹരമായി വന്നു. അതുപോലെ തന്നെ സൂര്യനും നിറം മാറി തുടങ്ങിയിരിക്കുന്നു. നമ്മൾ വന്ന വഴിയാണ് ഈ കാണുന്നത്. പച്ചപ്പ് നിറഞ്ഞ വഴിയായിരുന്നതുകൊണ്ട് തന്നെ അധികം ക്ഷീണം തോന്നിയില്ല. നമുക്ക് മുന്നേ എത്തിയ ഒരു സംഘം അവിടെയുണ്ട്. നല്ലൊരു സീനറി കിട്ടിയതിനാൽ ഫോട്ടോ എടുക്കുന്ന തിരക്കുകളിൽ ആണ് അവർ. പക്ഷേ നമുക്ക് പോവാൻ ഉള്ളത് ഇതിനും മുകളിലേക്ക് ആണ്. എങ്കിലും ഇവിടെ നിന്നുള്ള വിരുപക്ഷ ക്ഷേത്രത്തിന്റെ വ്യൂ ഞാൻ ക്യാമറയിൽ പകർത്താതിരുന്നില്ല. ഇനി അങ്ങോട്ടുള്ള യാത്ര അല്പം റിസ്ക് നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ മുകളിൽ ചെന്ന ശേഷം ആണ് ഞാൻ ഫോൺ എടുത്തത്. ഈ വഴികളിലൂടെയാണ് നമ്മൾ എത്തിയത്. മുകളിലേക്ക് ചെല്ലുന്തോറും കാഴ്ചയ്ക്ക് ഭംഗി കൂടി വന്നു. സൂര്യപ്രഭയിൽ വിരുപക്ഷ ക്ഷേത്രം നന്നായി കാണാൻ കഴിയുന്നില്ല. എങ്കിലും തുംഗഭദ്ര നദിയുടെയും ചുറ്റിനുമുള്ള മലകളുടെയും വയലുകളുടെയും ഒക്കെ ഭംഗി ഏറ്റവും നന്നായി ആസ്വദിക്കാൻ കഴിയുന്നത് ഇവിടെ നിന്നാണ് എന്ന്. ശരിക്കും ഈ മലമുകളിൽ നിന്ന് നോക്കി കാണുമ്പോൾ ആണ് 1000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇത്ര വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തതിനെ കുറിച്ച് നമുക്ക് അത്ഭുതം തോന്നുക. കൃഷ്ണക്ഷേത്രവും അതിൻ്റെ മുന്നിലുണ്ടായിരുന്ന ബസാറിൻ്റെ അവശേഷിപ്പുകളും ആണ് താഴെ കാണുന്നത്. നമ്മുടെ ബാക്കി യാത്ര ഈ കാണുന്ന വഴിയിലൂടെയാണ്. കുറച്ചു കൂടി മുകളിലേക്ക് വന്നപ്പോൾ കണ്ട ഒരു കൽവാതിലാണ് ഇത്. അതിനോട് ചേർന്ന് പാറയിൽ കൊത്തിയ ഒരു ചിത്രം ആണിത്. നമ്മുടെ യാത്ര ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ കാണുന്നതാണ് മാതംഗ മലയുടെ മുകളിലെ അമ്പലം. ഇവിടെ പ്രതിഷ്ഠയായി ഒന്നും തന്നെയില്ല. എല്ലാവരെയും പോലെ ചെരുപ്പുകൾ അഴിച്ചുവെച്ച് ഞങ്ങളും ഉള്ളിലേക്ക് നടന്നു. ഇതാണ് നമ്മൾ കയറി വന്ന വഴി. ഈ കാണുന്നതെല്ലാം വിജയനഗര സാമ്രാജ്യത്തിന്റെ ഭാഗം ആയിരുന്നു. ഒരു കാലത്ത് 5 ലക്ഷത്തോളം ആളുകൾ താമസിച്ചിരുന്ന പുരാതന നഗരം. ഇന്നീ തകർന്നടിഞ്ഞ നഗരമധ്യത്തിൽ നല്ലൊരു സൺസെറ്റും കാത്ത് സമാധാനത്തോടെ ഇരിക്കുകയാണ് ഞങ്ങൾ ഒരുപറ്റം ചെറുപ്പക്കാർ.